18-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനിടെ ചീഫ് കമാൻഡറായിരുന്ന ജനറൽ ലീ ഒരു ദിവസം ജനറൽ സ്റ്റോൺവാർഡ് ജാക്സനെ അറിയിച്ചു, അടുത്ത തവണ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ താങ്കളെ കാണണം എന്ന ഒരു ആഗ്രഹമുണ്ട് എന്ന്. ആ സന്ദേശം ജനറൽ ജാക്സന് ലഭിച്ചു. അദ്ദേഹം പിറ്റേന്ന് രാവിലെ തന്നെ പുറപ്പെടാൻ തയ്യാറായി. വളരെ നേരത്തെ എഴുന്നേറ്റ് കാറ്റിൻ്റെയും മഴയുടെയും കൊടുങ്കാറ്റിൻ്റെയും പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടി 8 മൈൽ താണ്ടി ലീയുടെ ആസ്ഥാനത്ത് പോയി. ലീ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ജാക്സൺ അവിടെ എത്തിയത്. ജാക്സനെ കണ്ട മാത്രയിൽ ജനറൽ ലീ ആശ്ചര്യപ്പെട്ടു. ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് വന്ന് എന്നെ കാണേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി ജാക്സൺ പറഞ്ഞതത്രേ, യു സെഡ് ദാറ്റ് യു വിഷ് ടു സീ മീ. യുവർ വിഷ് ഈസ് എ സുപ്രീം കമാൻഡ് ടു മീ. നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. നിന്റെ ആഗ്രഹം എനിക്ക് പരമമായ ഒരു കൽപ്പനയാണ്. ദൈവം നമ്മുടെ സ്വർഗീയ പിതാവും നാം അവിടുത്തെ മക്കളുമാണ്. ദൈവം നമ്മുടെ സ്വർഗീയ യജമാനനും നാം അവിടുത്തെ ദാസന്മാരുമാണ്. ആയതുപോലെ ദൈവം രാജാതിരാജാവും നാം രാജാവിൻ്റെ പ്രജകളുമാണ്. ഈ രാജ്യത്വത്തിലെ ചീഫ് കമാൻഡർ നമ്മുടെ യേശു കർത്താവാണ്. ചീഫ് കമാൻഡറായിരിക്കുന്ന യേശു കർത്താവിന് പ്രജകളായിരിക്കുന്ന നമ്മെക്കുറിച്ച് ഒട്ടനവധി ആഗ്രഹങ്ങളുണ്ട്. അവിടുത്തെ ആഗ്രഹങ്ങളെ മുൻകണ്ടുകൊണ്ട് അത് അനുസരിക്കേണ്ടുന്ന കൽപ്പനകളാക്കി നാം സ്വീകരിക്കേണ്ടത് ആവശ്യം. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ആഗ്രഹം അല്ലായെങ്കിൽ ഇഷ്ടം ചെയ്യുവാനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രഭാതത്തിലും നാം ദൈവത്തോട് വിനയപൂർവവും സമർപ്പണ മനോഭാവത്തോടും കൂടെ ചോദിക്കേണ്ടുന്നതത്രേ, ലോർഡ്, വാട്ട് വുഡ് യു ലൈക്ക് മീ ടു ഡു ടുഡേ? കർത്താവേ, ഇന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം സകലത്തെയും ഭരിച്ചു വാഴുന്ന ചീഫ് കമാൻഡറായിരിക്കുന്ന യേശു കർത്താവിൻ്റെ ആഗ്രഹം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നാം കർത്താവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആശയും അർപ്പണവും, ലോർഡ്, യുവർ വിഷസ് മൈ കമാൻഡ്. കർത്താവേ, അങ്ങയുടെ ആഗ്രഹം എനിക്ക് കൽപ്പനയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.